ഓർക്കാണ് ആദ്യം വന്നത്. ഇതെനിക്ക് മാത്രം സ്വന്തം. സ്പൈസസിന്റെ സ്മെല്ലോ. എന്നിട്ട് പുള്ളി അതിലൊന്ന് നക്കി നോക്കി. എന്തിനാ നക്കി നോക്കുന്നേ? നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സാമാനങ്ങളൊക്കെയാണ് ഇവരുണ്ടാക്കുന്നത്. ഒരു എന്താ പറയുന്നത്, ഒരാൾ ഇടിക്കാൻ വരുന്ന പോലെ ഓടി വന്നിട്ട് പക്ഷെ പോർക്കിന്റെ കാശ് അഭിമാനിയാണ്. പൈസ വാങ്ങിയില്ല, നല്ല തെറിയും പറഞ്ഞു. നല്ല തെറിയും പറഞ്ഞു. എന്തിനാണ് ഈ കഥ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിലല്ല സുഹൃത്തുക്കളെ. നമസ്കാരം, ഞാൻ മൃണാൾ. ഇന്ന് പറഞ്ഞ് നടക്കുന്ന പുള്ളി കേരളം വിട്ട് പുറത്ത് കൂർഗിലോ കൊടകിലോ അവിടെ കണ്ട് പോയിട്ട് ഒരു ഹോട്ടൽ റിവ്യൂ ചെയ്യുന്നു. പുള്ളിയുടെ പണി അതാണല്ലോ. ബ്ലോഗിൽ വന്നിട്ട് ഞാൻ അവിടെ പോയി കഴിച്ചു, കാശ് കൊള്ളതില്ലോ, കൂതറ സാധനം എന്ന് പറഞ്ഞിട്ട് ചെയ്യും. എന്നിട്ട് പുള്ളി സ്വന്തമായിട്ടൊരു ഹോട്ടൽ തുടങ്ങിയിട്ട് അവിടെ ഹംഗ്രി മൃണാളെന്നും പറഞ്ഞിട്ട് എന്താണ്ടൊക്കെയോ വിളമ്പും. ഇതാണ് മെയിൻ പരിപാടി. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബ്ലോഗിനകത്തുനിന്ന് പുള്ളിക്കാരനൊരു ഹോട്ടലിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കി. അപ്പം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അങ്ങനെ ആട്ടി പുറത്താക്കത്തില്ലല്ലോ. നമുക്കപ്പോൾ ആട്ടി പുറത്താക്കിയ ആ വീഡിയോ ഒന്ന് കണ്ടോളെ. ഉണ്ടാക്കിയ ഗൂഗിളിൽ നല്ല റേറ്റിംഗുള്ള ബ്യൂട്ടിഫുൾ കഫേ ചുറ്റി നടന്ന് പുള്ളിക്കാരൻ നല്ലതായിട്ടോ പറയുന്നേ. ഗൂഗിളിലൊക്കെ നല്ല കിടുക്കാച്ച റിവ്യൂ ഉള്ള ബ്യൂട്ടിഫുൾ കഫേ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇറക്കി ഇട്ട് കഴിയുമ്പോൾ പറയുമല്ലോ, ബ്യൂട്ടിഫുൾ കഫേയെ കുറിച്ച് പറയും. കുറെ സാധനങ്ങളുണ്ട്, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്റ്റാഫ്. ഇവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്താക്കപ്പെടും. നിങ്ങൾ കണ്ടോളൂ. എമ്മാതിരി മെനു അല്ലേ, സോളിഡ് വുഡ്. ഈ ഇരിക്കുന്ന രണ്ടുപേരും പോർക്ക് കഴിക്കില്ല. ഇവിടെയാണ് ബീഫില്ലേനും ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രവേശിച്ചില്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രവേശിച്ചിട്ട് ഞാൻ ഇതിലും പോയിട്ടില്ല. പോർക്കാണ് ആദ്യം വന്നത്. ഇതെനിക്ക് മാത്രം സ്വന്തം. സ്പൈസസിന്റെ സ്മെല്ലോ. എന്തിൻ്റെ സ്മെല്ല്? സ്പൈസസിൻ്റെ സ്മെല്ല്. എന്നിട്ട് പുള്ളി അതിലൊന്ന് നക്കി നോക്കി. എന്തിനാ നക്കി നോക്കുന്നേ? ചൂടുണ്ടോയെന്നറിയാൻ. ഞാൻ ആദ്യമായിട്ടാണ് ചൂടുണ്ടോയെന്നറിയാൻ നക്കി നോക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോഴത്തേന് ചൂട് ഫീൽ ചെയ്യും. ഇല്ല, അതിൽ നിന്ന് പുക പറക്കുന്നത് കാണുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും. പക്ഷേ പ്രോ കുക്ക് അല്ലെങ്കിൽ പ്രോ ടേസ്റ്റ് നോക്കുന്ന ആൾക്കാരൊക്കെ എടുത്തിട്ട് ചൂടുണ്ടോ എന്ന് നക്കി നോക്കും. അപ്പം നിങ്ങൾ ഈ അടുപ്പിലൊക്കെ തീ കനൽ ചൂട് നമ്മളത് ആവശ്യമില്ലാത്തൊന്നും പറയണ്ടല്ലേ. ഇങ്ങനെ പ്രവേശിച്ചിട്ട് ഞാൻ ഇതിലും പോയിട്ടില്ല. പോർക്കാണ് ആദ്യം വന്നത്. ഇതെനിക്ക് മാത്രം സ്വന്തം. സ്പൈസസിന്റെ സ്മെല്ലോ. നല്ല ചൂടുണ്ട്. ആസ്വദിച്ചതാണോ അത് ആസ്വദിച്ചാണോ ചൂടുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ഏതെങ്കിലും പോർക്ക് പുള്ളി കഴിക്കുന്നുണ്ട്. ഈ പോർക്ക് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം എനിക്ക് പോർക്ക് ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ ചില ആളുകൾക്ക് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ഒരു പയ്യന് പോർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പോർക്ക് എന്ന് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കുറ്റിയും പറിച്ചുകൊണ്ട് പോയി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോയി സൂപ്പറായിട്ട് കുക്ക് ചെയ്ത് തിന്നും. ഈ പോർക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേനും അതിനൊരു പ്രത്യേക എന്തൊക്കെയാണ്ടൊക്കെ സുനാപ്പിയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ ബൂം ബാങ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അങ്ങനൊരു ചാനലുണ്ട്. കൂർഗില് കിട്ടുന്ന പോലെ പോർക്ക് അധിക സ്ഥലത്തൊന്നും കിട്ടില്ല. റിയലി ഗുഡ്. ആ സ്ത്രീ ഇടയ്ക്ക് തരുന്നുണ്ട്, പ്ലേറ്റ് തരുന്നുണ്ട്, വെള്ളക്കുപ്പി തരുന്നുണ്ട്. ഇപ്പൊ വരും ഫുഡ്, ചിക്കൻ, ബാക്കിയുള്ള ഗീ റൈസ്, ആക്കി റൊട്ടി എല്ലാം ഇപ്പൊ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സിനെ സർവീസ് ചെയ്യുന്ന സാധനം സൂപ്പറാണെന്നാണ് പറയുന്നത്. നമുക്ക് സാമാനം കൊണ്ട് തന്നിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വരും. സാറേ വെള്ളം ഉണ്ടല്ലോ, സാറ് ഹാപ്പി അല്ലേ? കുറച്ച് കഴിഞ്ഞ് പോയിട്ട് സാറേ പാത്രം എന്തെങ്കിലും വേണം, സാറ് ഹാപ്പി അല്ലേ എന്ന് പറഞ്ഞിട്ട് സ്റ്റാഫ് നല്ല രീതിയിൽ ഇവർ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഗൂഗിൾ റിവ്യൂസിലൊക്കെ നല്ല റിവ്യൂ ഉള്ള ഹോട്ടലാണിത്. അങ്ങനെ ഇവർ തപ്പിപ്പിടിച്ച് പോയതുമാണ്. ബാക്കിയേക്കാം സൂപ്പർ ഗുഡ്. സ്പൈസസ് ഉണ്ട്, നല്ലോണം സ്പൈസസ് ഉണ്ട്. നല്ല സ്പൈസ് മിക്സാണ്, പക്ഷെ എരിവില്ല. അത് ശരി, കൊള്ളാം. സൂപ്പർ പോർക്ക്. ഇവിടെ കിട്ടുന്ന പോലെ പൂത്ത പോർക്ക് കൂർഗിൽ എങ്ങും കിട്ടത്തില്ല. കിടുക്കാച്ചി പോർക്ക്, നല്ല സ്പൈസസിൻ്റെ മണം, നല്ല സ്പൈസസ് ഉണ്ട്, നല്ല പുളിയുണ്ട്, പക്ഷേ എരിവില്ല. ഒരു എന്തെങ്കിലും ഒരു സാധനം നല്ലതാ, കൊള്ളാം എന്നൊന്ന് അണ്ണം പറഞ്ഞ് കേൾക്കാൻ പറ്റുമോ? അതിൻ്റെ കൂടെ മറ്റേ പുട്ടിന് പീരിടുന്ന പോലെ പക്ഷേ എരിവില്ല. എന്തെങ്കിലും ഒരു കുറ്റം പറയണമല്ലോ. അതൊക്കെ ബിരിയാണി, ഹംഗ്രി മൃണാളിലെ ബിരിയാണി, മധുരം വിളമ്പിയ ബിരിയാണി. പോയി തിന്നിട്ടാണോ നീ പറയുന്നതെന്ന് ചോദിക്കില്ലേ? നമ്മൾ തിന്നിട്ടാണോ പറയുന്നത്? മധുരമുള്ള ബിരിയാണി. അച്ചാറാണ് ശോകം. ബാക്കി പറ. അവിടെ താൻ നല്ലയാന്ന് പറഞ്ഞിട്ട് ആ നാക്ക് അങ്ങോട്ട് അകത്തോട്ട് ഇട്ടു. അന്നേരത്തേന് പറ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൂര്യ. അവൾ ദുബായില് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കാം. പക്ഷേ നീ തിരിച്ചു വരും. അതിവിടെ പറയേണ്ട ആവശ്യകത എന്തായിരുന്നു? ദുബായിൽ ബിസിനസ് വളർത്താൻ പോയ ഫ്രണ്ടിനെ കുറിച്ച് പന്നിയിറച്ചി തിന്നുമ്പോൾ പറയേണ്ട കാര്യം എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ആണോ? നീ വെറും പന്നിയാണെന്ന് ഉദ്ദേശിച്ചാണോ? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കാര്യമില്ലാതെ ദുബായ് ഇനി വല്ല പ്രമോഷനും ആണോ?
See, in absolutely 100% പോക്കിന്റെ ഫാറ്റാ. And it's in നല്ല മസാല. ഇനി വന്നിരിക്കും. ദുബായിൽ പോർക്ക് കിട്ടും, പക്ഷെ ഇങ്ങനെ ഒരു പോർക്ക് ആണായിരിക്കും. നാടൻ ഫുഡ്. ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സാധനം പോർക്കിന്റെ ഫാറ്റിന്റെ ഉള്ളിൽ നമ്മൾ ചവക്കുമ്പോൾ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു കഴിവ് ഭയങ്കര കേട്ടോ. ചില ആൾക്കാർക്ക് ഈ ഫുഡ് കുക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും അതിൻ്റെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുമ്പോഴത്തേനും നമ്മളത് കേട്ടിരിക്കും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരം ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു, അവരുടെ സ്ഥിരം കുക്കിംഗ് വീഡിയോസൊക്കെ കാണും. ഇവരുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത സാമാനങ്ങളൊക്കെയാണ് ഇവരുണ്ടാക്കുന്നത്. ഇവരുടെ പ്രസൻറ്റേഷൻ സമയത്ത് ഇവർ പറയുന്ന സാധനങ്ങൾ നല്ല രസമാണ്, അവർ ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന സാധനം കേട്ടോണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അതേപോലെ ഇവരുടെ ഈ ഡിസ്ക്രിപ്ഷൻ കാണുമ്പോഴത്തേനും നമുക്കൊന്ന് കഴിച്ചാൽ കൊള്ളാം എന്ന് തോന്നും. അതേപോലത്തെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ പുള്ളിയുടെ. പക്ഷേ മൊത്തം കുറ്റമായിരിക്കും പറയുന്നത്, നല്ലത് പറയുന്നത് വളരെ കുറവായിരിക്കും. ബീഫ് എന്ന് പറയുന്ന സാധനം എക്സാമ്പിൾ പറയട്ടോ. ബീഫ് എന്ന് പറയുന്ന സാധനം ഭയങ്കര ടേസ്റ്റി സാധനമാണ്. അതിങ്ങനെ കടിക്കുമ്പോൾ ജ്യൂസി ഒക്കെ വരുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഇവിടുത്തെ കൊള്ളത്തില്ല. ഇങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അവതരണ സ്റ്റൈല്. പക്ഷെ അല്ലാതെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതിൽ പ്ലസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന രണ്ട് സ്പൈസസ്. ഇന്നലെ വിരാജ് പേട്ടിൽ കഴിച്ച സാധനം ഇതിന്റെ മുമ്പിൽ നത്തിങ്. someone came after 3 minutes. 3 മിനിറ്റുകൾക്ക് ശേഷം ആരോ അവിടെ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ വീഡിയോ കട്ട്, ലൈൻ കട്ട്, ഇനി ശബ്ദം മാത്രമേ ഉള്ളൂ. ആയിരുന്നു. അപ്പൊ ഒരു 19 വയസ്സുള്ള മനുഷ്യൻ കയറി വരുന്നു. വിത്തിൻ 2-3 മിനിറ്റ്സ് ഞങ്ങളെ പിടിച്ച് പുറത്താക്കണം. എന്തിനാണ് ഞങ്ങളെ പുറത്താക്കിയത് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഇനി അവർ രണ്ട് അണ്ണൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അണ്ണൻ്റെ ഹോട്ടലിൽ വന്ന് കഴിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടുമല്ലാതെ അണ്ണനെ അവിടുന്ന് വെറുതെ ഇറക്കി വിടാനുള്ള സാധ്യതകളൊന്നും ഞാൻ കാണുന്നില്ല. ഒന്നെങ്കിൽ അണ്ണൻ്റെ റിവ്യൂ കേട്ടു, ഈ സാമാനെല്ലാം തിന്നിട്ട് പുളിയില്ല, ഉപ്പില്ല, എരിവില്ല എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്ന ബ്ലോഗർ. അണ്ണനെ അറിയാവുന്നതാണ് ഷുവർ ഷോട്ട് സാധനം. ഒന്നെങ്കിൽ അണ്ണനെ അറിയാം, ഇല്ലെങ്കിൽ അണ്ണൻ്റെ ഹോട്ടലിൽ വന്ന് കഴിച്ചിട്ടുണ്ട്. ഇതല്ലാതെ അണ്ണനെ ഇറക്കി വിടാനുള്ള പ്രത്യേകിച്ച കാരണമൊന്നും ഞാൻ കാണുന്നില്ല. പോർക്ക് കഴിക്കാത്തത് കൊണ്ടാണോ അതോ വേറെ വല്ലതും ഞങ്ങൾ ചെയ്തുകൊണ്ടാണോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കഴിച്ച പോർക്കിന്റെ കാശ് കൊടുക്കാൻ നോക്കിയപ്പോൾ അങ്ങേര് പറഞ്ഞു എന്റെ കാലിൽ കിടക്കുന്ന ഷൂസിന്റെ ഒന്നും വില പോലും നിൽക്കില്ല, ഇറങ്ങിപ്പോടാം. അതൊക്കെ ഷൂസിനൊക്കെ വലിയ വിലയുള്ള കാലമാണ്. പക്ഷെ എന്തിനാ പോർക്ക്? അപ്പം അയാളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കാലിൽ കിടക്കുന്ന ഷൂവിൻ്റെ വില പോലും ഇല്ലടാ നിനക്കൊന്നും, ഇറങ്ങിപ്പോടാ എന്ന് പറയണമെങ്കിൽ എന്തോ ഒരു സാധനം. അതായത് ഇവർ കഴിച്ച ബില്ല് മേടിച്ചിട്ടില്ല. അപ്പം അണ്ണൻ പറയുന്ന അണ്ണൻ്റെ വേർഷൻ മാത്രമാണ്. അണ്ണൻ അവിടെ എന്താ കാട്ടിക്കൂട്ടിയെന്ന് നമുക്കറിയത്തില്ല. ഒന്നും കാണിക്കാതെ ഒരു മനുഷ്യൻ നീ തിന്നതിൻ്റെ പൈസ പോലും തരണ്ട, ഇറങ്ങി ഓടിക്കുമോ, എൻ്റെ കാലിൽ കിടക്കുന്ന ഷൂവിൻ്റെ വില പോലും ഇല്ലെന്നാണ് പറയുന്നത്. ഈ മൃണാളിനൊരു പ്രത്യേക കഴിവുണ്ട്. അതായത് ഒരു ചക്ക നമ്മളെ പോട്ടെ, ഒരു മാമ്പഴം നമ്മളെ കാണിച്ചിട്ട് ഇത് ചക്കയാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. അതാണ് അണ്ണൻ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. എൻ്റെ കാലിൽ ഷൂവിൻ്റെ വില പോലും നിനക്കില്ലടാന്ന് പറയുമ്പോൾ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസിൻ്റെ സാധനം എടുത്തിട്ട് കറക്റ്റാണ് നമുക്ക് അത്ര വില ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും അണ്ണാ 350 രൂപയ്ക്ക് ഷൂസ് ഇവിടെ പൊളയത്തോട് കിട്ടും കേട്ടോ. ഏതെടുത്താലും 350 രൂപ. അപ്പോൾ വില കുറഞ്ഞ ഷൂസും ഉണ്ട്, 199 രൂപയ്ക്ക് ഷൂസ് മേടിക്കാൻ കിട്ടും. ഫ്ലിപ്കാർട്ടിൽ നോക്കിയാൽ മതി. അപ്പോൾ ആ സീൻ വിട്. അതിൽ പുള്ളി ഏതാ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ലല്ലോ. ഇനി പുള്ളിയുടെ നിലവാരം വെച്ച് വില കൂടിയ ഷൂ ആണോ കാലിൽ ഇട്ടിരുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും എന്തോ സംഭവിച്ചിട്ട് ഇവരെ ഹോട്ടലിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ അവരെ പൊതുവേ ഗൂഗിൾ റിവ്യൂ നല്ലതാണ്, ഇവർ ചെന്നിട്ടും നല്ല അപ്പിയറൻസ് നല്ലത് ഇത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു പ്രകോപനവും ഇല്ലാതെ ഇറക്കി വിട്ടതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. അണ്ണാ ബിരിയാണി എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അവിടെ എന്താ നടന്നത്? നമ്മൾ മര്യാദക്ക് ഫുഡ് ഓർഡർ ചെയ്തു, കുറെ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓക്കെ സംബഡി റഷ്ഡ് ഇൻടു, എന്നിട്ട് നിങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു. ഒരു എന്താ പറയുന്നത്, ഒരാൾ ഇടിക്കാൻ വരുന്ന പോലെ ഓടി വന്നിട്ട് ഇത് മറ്റേ പ്രേമം പടത്തിനകത്ത് നീ പെട്രോളിന് വില കൂട്ടില്ലടോ എന്നിട്ട് ലാസ്റ്റ് അയ്യോ ആള് മറിപ്പ. അതേപോലെ ഓടി വന്നിട്ട് നീക്ക് എന്താണ് ഓർഡർ ചെയ്തത്? ചിക്കനാണോ? ഇറങ്ങണ വെളിയിൽ ഇറങ്ങ്, നീ ഷൂവിൻ്റെ നീ തിന്നതിൻ്റെ പൈസ പോലും തരണ്ട, ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇവർക്ക് പോർക്ക് ഇറച്ചി ലാഭം കേട്ടോ. മൃണാളെന്നെ പ്രോഫിറ്റാ. ചിക്കൻ കറി ഉണ്ട്, അക്കിറൊട്ടി ഉണ്ട്, പിന്നെ എന്തെങ്കിലും. പക്ഷെ പോർക്കിന്റെ കാശ് അഭിമാനിയാണ്. പൈസ വാങ്ങിയില്ല, നല്ല തെറിയും പറഞ്ഞു. നല്ല തെറിയും പറഞ്ഞു. എന്തിനാണ് ഒരു പ്രകോപനവും ഇല്ലാതെ നിങ്ങളോട് അങ്ങനെ കയർക്കേണ്ട കാര്യം എന്താണ്? എന്നാ സത്യം പറ, സംഭവം വിട്, കണ്ടന്റ് വിട്, കാര്യം പറ. എന്ത് സംഭവിച്ചേ? നിങ്ങൾ അവിടെ ഒരു പോർക്ക് കാക്കാച്ചിട്ട് കൊള്ളൂലെന്ന് വല്ലതും പറഞ്ഞോ? എന്താ സംഭവം? ഹോട്ടലിന് വൃത്തിയില്ലെന്ന് പറഞ്ഞോ? എന്താ ശരിക്കും സാധനം എന്താ? ഞങ്ങളെ ആരെയും മനുഷ്യനറിയില്ല. ആ സ്ത്രീ ഞങ്ങൾ വളരെ നന്നായിട്ട് അവർ പറയുന്നത് വ്യൂ ഈസ് ഫാബുലസ്. ഒരു പഴയ റെസ്റ്റോറന്റ്, നല്ല റെസ്റ്റോറന്റ്. ഞങ്ങൾക്ക് അന്ന് ഒരു ഡിഷ് പോർക്ക് സൂപ്പർ ഗുഡ്. പിന്നെ അവസാനം മുപ്പര് കൊണ്ടുപോയി ആക്കി റൊട്ടി ആയാലും ഞങ്ങളുടെ ഡ്രൈവർ കൂടിണ്ടായിരുന്നു, ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവർ. എന്നിട്ട് ഇവരിപ്പോൾ മറ്റേതോ ഒരു ഹോട്ടലിലിരുന്ന് മറ്റെന്തോ ഫുഡ് കഴിക്കുകയാണ്.
അപ്പോൾ ഇത് എന്താ സംഭവം എന്നറിയത്തില്ല, ഒരു പ്രകോപനവും ഇല്ലാതെ എന്തുകൊണ്ടാണ് മൃണാളിൻ്റെ പടലിക്കോട്ട് കയറിയെന്ന് നമുക്കും പിടിയില്ല. പക്ഷേ ഇതേപോലെ പെരുമാറുന്ന കുറച്ച് കടകളുണ്ട്, അത് ഹോട്ടൽസ് തന്നെ ആവണമെന്നില്ല, കുറച്ചധികം ഷോപ്പുകളുണ്ട്. ഞാൻ ഒരു മൊബൈൽ ഹോൾഡർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ മൊബൈൽ ഹോൾഡർ മേടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ക്ലിഞ്ഞങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നട്ടും ബുൾട്ടൊക്കെ ലൂസായിരുന്നു. മാറ്റിത്തരാൻ പറഞ്ഞപ്പോൾ ഇവന്മാർ മാറ്റിത്തരാം, അത് മുറുക്കി തന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അതേപോലെ. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ചെന്നു, അണ്ണാ ഇത് ഇവിടുന്ന് മേടിച്ചാണ് അണ്ണാ, ഈ സാധനം ഇളകിപ്പോയി, ഒന്നെങ്കിൽ എനിക്കിത് റീപ്ലേസ് ചെയ്താൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പക്കയായിട്ട് നിന്ന് മുറുക്കിത്തരാൻ പറഞ്ഞു. ഇവർ പറയുകയാണേ, നമ്മൾ വണ്ടിക്ക് സൺഫിലിം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തീരുന്ന വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ. നൈസല്ലേ? ഒരു സുന മുറുക്കാൻ വേണ്ടി 400 രൂപയുടെ ഒരു സുന മുറുക്കാൻ വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണം. എത്ര നേരം? ഇവൻ ഫുള്ള് ഒരു ഒമിനിക്ക് ഫുള്ള് സൺറൂഫ് അടിച്ച് എന്താ എൻ്റെ പേരെന്താ, സൺഫിലിം അടിച്ച് തീരുന്നവരെ. ചില ഹോട്ടലുകളും ഉണ്ട് പാടപ്പുച്ച അടിക്കുന്ന. പക്ഷേ ഇതെന്തൊരു സംഭവം എന്ന് അറിയത്തില്ല, ഒരു പ്രകോപനവും ഇല്ലാതെ പോർക്ക് ഓർഡർ ചെയ്ത് അവർ വന്നിട്ട് ഓക്കെ അല്ലേ, ഹാപ്പി അല്ലേ, വെള്ളം വേണോ, കഞ്ഞിവെള്ളം വേണോ, ജീരകവെള്ളം വേണോ, കട്ടൻ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നെഗറ്റീവ് അടിച്ചെന്താണെന്നൊരു ഇതുമില്ല. കൊള്ളാം. ഏതായാലും മൃണാളെണ്ണം പറയുന്നത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു, ആ ഹോട്ടൽ കൊള്ളത്തില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തും.